നമ്മളെല്ലാവരും കേട്ടതാണ് നിമിഷപ്രിയയുടെ ഒരു കേസ്. അപ്പോൾ അവസാനം അതിപ്പോൾ വന്ന് നിൽക്കുന്നത് അൽഹംദുലില്ലാഹ് ഒരു ചെറിയൊരു സന്തോഷ വാർത്തയോടു കൂടിയാണ്. ആ വധക്കേസ് തൽക്കാലത്തേക്ക് നീട്ടിവെച്ചു. അതിൻ്റെ കാരണക്കാരൻ വേറെ ആരുമില്ല, നമ്മുടെയൊക്കെ കരളിൻ്റെ കഷ്ണമായ നമ്മുടെ കാന്തപുരം ഉസ്താദ് അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിൻ്റെ ഇടപെടലോടുകൂടി യമനിൽ നിന്നും ആ സന്തോഷ വാർത്ത നമ്മളെ തേടി വന്നിരിക്കുകയാണ്. തൽക്കാലത്തേക്കൊന്നും നിമിഷപ്രിയയ്ക്ക് ഒന്നും സംഭവിക്കില്ല. സോ അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കരളിൻ്റെ ഉള്ളിൽ ചങ്കിടിപ്പായി നിൽക്കുന്ന നമ്മുടെ ഉസ്താദാണ് കാന്തപുരം ഉസ്താദ്. ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ഫാൻ ഉസ്താദിനെ കുറിച്ച് ഓർമ്മയിൽ വരുന്ന ആദ്യം എനിക്കൊരു പാട്ടാണ്. അത് പാടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ ഫ്രണ്ട്സ്. കാന്തപുരം കാഞ്ചനതാരം കാലത്തിൻ്റെ കൗതുകസാരം കാവലാളാണി കാരുണ്യമാണി കാവലാളാണി കാരുണ്യമാണി ഉസ്താദാണി ഷീഹുലൈപ്പി ഉസ്താദി കക്കല്ല ആയുസികല്ല ഈഗിടുഫില്ല. നമ്മൾക്ക് ഇപ്പോൾ ന്യൂസിൽ കൂടെ ചിലരൊക്കെ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഉസ്താദ് ഒരുപാട് അനാഥ മക്കളുടെ ഉപ്പയാണ്. ഒരുപാട് അനാഥ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ അതുപോലെ നിറവേറ്റുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത്. ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം നമ്മുടെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൽ പലരും വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യം, ഒരു മതപണ്ഡിതൻ, ഒരു 94 വയസ്സായ ഒരു വൃദ്ധൻ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നേതാവ്, ഇപ്പം നമുക്ക് നിലവിൽ നിൽക്കുന്ന ലീഡറുകളിൽ ഏറ്റവും എടുത്തു പറയാവുന്ന, ഏറ്റവും സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ലീഡറാണ് ഒരു കാര്യം സാധിച്ചു തന്നിരിക്കുന്നത്. കാരണം വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഇത് ഉസ്താദിന് ആരും വേണ്ടിയിട്ട് സല്യൂട്ട് അടിക്കാനോ അല്ലെങ്കിൽ ഉസ്താദിനെ ഇൻഗ്ലാബ് പിടിക്കാനോ വേണ്ടിയിട്ടോ കേവലം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉസ്താദ് ചെയ്ത ഒരു കാര്യമല്ല. ഇത് മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ, നമ്മുടെ യുവതലമുറയ്ക്ക് കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനാണ്. കാരണം നമുക്കൊന്നും ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹിഷ്ണുതയോടും സ്നേഹത്തോടും കൂടി ജീവിക്കേണ്ടവരാണെന്ന് നമുക്ക് ഉസ്താദ് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഉസ്താദ് ആ ഗ്രേറ്റ് ലീഡർ നമുക്കത് പറഞ്ഞു തരികയാണ്. കാരണം മറ്റുള്ളവർ കൈയൊഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അവസരത്തിൽ ഉസ്താദിൻ്റെ ഒരു നേതൃത്വത്തിൽ നിന്നുകൊണ്ട് എടുത്തൊരു നടപടിയാണ്. പ്രധാനമായിട്ടൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിനേക്കാളും ഒരു നിയമം എന്ന് പറയുന്നത് പുറത്ത് കൺട്രീസിൽ, അതായത് സൗദി പോലുള്ള കൺട്രീസ് അല്ലെങ്കിൽ ഏത് ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോഴും നിയമം ഒന്ന് മാറുകയാണ്. അവിടെ പോവുക, ജോലി ചെയ്യുക, തിരിച്ചു വരിക എന്ന പോളിസി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ക്രൈം അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയതാണ്. മക്കളെ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല, ഊരാൻ പറ്റത്തില്ല. അവർ അതേ ശിക്ഷ തന്നെ നടപ്പിലാക്കും. തല വെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടും, വേറെ അവിടെ അപ്പീലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺട്രിയാണ് നമ്മളെ പുറം രാജ്യങ്ങളായ ഗൾഫ് കൺട്രീസ് കീപ്പ് ചെയ്യുന്ന ഒരു റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നാട്ടിൽ പോയിട്ട് പെട്ടുപോയതാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെങ്ങൾ. ആ പെൺകുട്ടി അവിടെ പെട്ടുപോകുന്ന സമയത്ത് അവളുടെ വധശിക്ഷ ഡേറ്റും വന്നു. ഈ ഡേറ്റിലാണ് നിനക്ക് വധശിക്ഷ എന്ന് പറയേണ്ടത്. ആ സമയത്ത് ആ റൂഹ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ. ആ സമയത്ത് അവിടെ ഹെൽപ്പിനായിട്ട് പലരും പല കാര്യങ്ങളും ചെയ്തു നോക്കി, പക്ഷെ ഒന്നും നടപ്പിലായില്ല. അവരാ സമയത്ത് കറക്റ്റ്, അല്ലെങ്കിൽ അതേ ആ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക, അത്രയും തുക അവർ ഒരു പറയുന്ന തുക അടയ്ക്കേണ്ടി വരും. സോ അത് പറ്റിയില്ലെങ്കിൽ നമ്മളവിടെ പെട്ടു. ആ ഒരു അവസ്ഥയാണ് അവിടെ ആ ഗൾഫ് രാജ്യങ്ങളിൽ നിലനിന്ന് പോകുന്ന ഒരു റൂൾ എന്ന് പറഞ്ഞാൽ. സോ ആ റൂളിൽ പെട്ടുപോയ നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു മലയാളി ഇന്നുവരെ ഉസ്താദ് കണ്ടിട്ടില്ല, ഉസ്താദ് സംസാരിച്ചിട്ടില്ല, ഉസ്താദ് എടുത്തിരുന്നിട്ടില്ല, ഒന്നുമില്ലാത്തൊരു സംഭവം. അപ്പോൾ ആ ഒരു മലയാളിക്ക് വേണ്ടിയിട്ട് ഉസ്താദ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിന് വെറും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഇത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കേരളത്തിലെ ഓരോ മക്കളും ഇത് കണ്ടുപഠിക്കണം. നമ്മുടെ ഉസ്താദ് നമുക്ക് കാണിച്ചു തന്ന എന്താണ്, നമ്മളെല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക. നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുക സ്നേഹത്തോടു കൂടി. അത് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കാൻ പറ്റുകയാണെങ്കിൽ പൊറുക്കുക. പഠിച്ചവനോട് എന്നിട്ട് വേണം നമ്മുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരോടും ക്ഷമിക്കാനുള്ള തയ്യാറാവണം. ഇത് ഉസ്താദ് നമുക്ക് പറഞ്ഞു പാടാൻ. സോ പ്രൗഡ് നമ്മുടെയൊക്കെ സുന്നി ലീഡറായി ഉസ്താദിൻ്റെ കുറിച്ച് ഇങ്ങനെ ഡേ ടു ഡേ ഇങ്ങനെ എന്താ പറയുക ന്യൂസ് വരുന്നു. സോ അതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ചെയ്യണം. നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളുടെ മുഫിയാണേ.